പ്രോപ്പർ ടൈമിൽ വർക്കൗട്ട് ഷെഡ്യൂൾ ചേഞ്ച് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കാം. ഇതുപോലുള്ള യൂസ്ഫുൾ ടെക്നിക്സ് നിങ്ങളുടെ വർക്കൗട്ട് ഷെഡ്യൂൾ ആഡ് ചെയ്യാനായി മറക്കാതെ ഈ വീഡിയോ സേവ് ചെയ്ത് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ഫസ്റ്റ് വൺ, അവോയ്ഡിങ് പ്ലാറ്റ്യൂസ്. ഒരുപാട് നാൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ വർക്കൗട്ട് ഷെഡ്യൂൾ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആ വർക്കൗട്ട് ഷെഡ്യൂളുമായിട്ട് അഡാപ്റ്റ് ആവും. അത് നിങ്ങളുടെ പ്രോഗ്രസിനെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് പ്രോപ്പർ ടൈമിൽ വർക്കൗട്ട് ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 3-day സ്പ്ലിറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് 4-day സ്പ്ലിറ്റ് ആക്കുക, അല്ലെങ്കിൽ 5-day സ്പ്ലിറ്റ് ആക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് പുതിയ പുതിയ ചാലഞ്ചസുകൾ കൊടുക്കുക, വെറൈറ്റി വർക്കൗട്ട്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അങ്ങനെ ശരീരത്തിന് സ്ട്രെങ്ത്തും സ്റ്റാമിനയും മസിൽ ഗ്രോത്തും ഇൻക്രീസ് ചെയ്യുക. സെക്കൻഡ് വൺ, എൻഹാൻസിങ് റിക്കവറി. തുടർച്ചയായി ഒരേ വർക്കൗട്ട് ഷെഡ്യൂൾ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് മാറി മാറി വരുന്ന റിക്കവറി നീഡ്സിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ വർക്കൗട്ട് ഷെഡ്യൂളിൽ ലേറ്റർ ആൻഡ് ഇന്റൻസ് ഡേ ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ ഓവർ ട്രെയിനിങ് കുറയ്ക്കാനും ബെറ്റർ റിക്കവറി ഉണ്ടാക്കാനും സഹായിക്കും. തേർഡ് വൺ, പ്രിവെന്റിങ് ഇഞ്ചുറി. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള വർക്കൗട്ട് ഷെഡ്യൂൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് നമ്മുടെ ജോയിന്റ്സിനെയും ലിഗ്മെന്റ്സിനെയും ഒരുപാട് ഇഞ്ചുറികൾ ഉണ്ടാക്കാൻ കാരണമാകും. അതുകൊണ്ട് വർക്കൗട്ട് ഷെഡ്യൂളിൽ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ക്രോസ് ട്രെയിനിങ്ങും ആഡ് ചെയ്യുക. ഇത് നമുക്ക് റിപ്പീറ്റേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ മസിൽ എൻഗേജ്മെന്റ് ബാലൻസ് ചെയ്യാനും സഹായിക്കും.